ആസിഫ് അലി കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആള് കയറി വന്നത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇത് എനിക്ക് കിട്ടിയേനെ. കാരണം എനിക്കിത് സംഭവിക്കാറുണ്ട്. മുമ്പ് ആൽബർട്സിൽ ഇതുപോലെ ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന് പോയി എന്നെയാണ് വിളിച്ചത്. ഞാനവിടെ ചെന്നപ്പോൾ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ആളെടുത്തുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കണം, ഞാൻ വരും. വിടും ബ്രോ, വിടും അച്ഛനെ. ഞാൻ പറഞ്ഞതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്നതാണോ? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ വെള്ളാരം കല്ലുകൾ ഒരുക്കുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ എത്തിച്ചു. മിയാറ്റാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിരയാറുന്ന വേദന കേൾക്കാൻ വലഞ്ഞു കയറി വന്നെനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറു നിറച്ച ആഹാരം തരാൻ കാണിച്ച അതാണ് തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീ. എന്താണ് ചെയ്യണം? എന്തൊരു പൊളിയാണിത് ഈ മഴയത്തും. ഞാൻ കുഞ്ഞിലത്തോ ഷൂട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് യുസിയിലേക്ക് വരുന്നത്. ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഈ കോളേജിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ്, RJ മാത്തുക്കുട്ടി ഉൾപ്പെടെ. ഓക്കെ, സീനിയേഴ്സിനെ പറ്റി പറയണ്ട, ജൂനിയേഴ്സിനെ പറ്റി പറയാം. ഫ്രഷേഴ്സ്, ഈ ദിവസം നിങ്ങളുടേതാണ്. ഈ മഹത്തായ UC കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ദിവസമാണെന്ന്. ഇത്രയും വലിയൊരു ഇവന്റ് ഫ്രഷേഴ്സ് ഡേക്ക് വെച്ച് ഇവരെ വെൽക്കം ചെയ്യുന്ന ഇന്ന് KSUവിന് എന്റെ എല്ലാവിധ ആശംസകളും. കോളേജിന്റെ ഭാഗമായി, ചരിത്രത്തിന്റെ ഭാഗമായി ഈ ഫ്രഷേഴ്സിനെ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം. അഡിയോസ് അമീഗോ. എന്തുപറ്റി? UC വേണ്ട. അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജ് വെച്ച്. അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല, ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ജഡ്ജ്മെന്റ് തെറ്റില്ല. ഈ എനർജി ഇനി പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം. സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അത് മതി നമുക്ക്. ഹലോ, ഹേ, വേണ്ട, വിട്, ചിൽ. വിടും ബ്രോ, വിടും അച്ഛനെ. ഞാൻ പറഞ്ഞതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്നതാണോ? അപ്പം ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ്. സുരാജേന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്. ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ. കുഴപ്പമില്ല, ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ്. ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക. നിങ്ങൾ ബ്രേക്കപ്പ് ആവും, വീണ്ടും പ്രേമിക്കുക. എവിടെയാണോ ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ. ഇനി 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയനിൽ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ്. ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ. ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. UC കോളേജിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. ഇപ്പം അതിനൊരു ഇച്ചിരി കുറവ് എന്ന് പറയുന്നത്, ആസിഫ് അലി കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആള് കയറി വന്നത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇത് എനിക്ക് കിട്ടിയേനെ. കാരണം എനിക്കിത് സംഭവിക്കാറുണ്ട്. മുമ്പ് ആൽബർട്സിൽ ഇതുപോലെ
ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന് പോയി. എന്നെയാണ് വിളിച്ചത്. ഞാനവിടെ ചെന്നപ്പോൾ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ആളെടുത്തുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കണം, ഞാൻ വരും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സിനിമ ഓഗസ്റ്റ് 2-ാം തീയതി റിലീസാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ, ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണുക. ഒപ്പം ഈ എല്ലാ ഫ്രഷേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ശരിക്കും അറിയാലോ, ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടുന്നത്. കലാലയ ജീവിതമാണ്, പറയാതെ തന്നെ അറിയാം. നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ, സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആർദ്ര, താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക് യു. ഇത് ആരുടെ റിക്വസ്റ്റ് ആയിരുന്നു? ഇത് ആരാ ചോദിച്ച? താങ്ക് യു. ആരായാലും ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എടുക്കാനൊരു ചമ്മലുണ്ട്. പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ? ശരി, ഇത് നന്നായി കഴിഞ്ഞാൽ എൻ്റെ മിടുക്കും, കുഴപ്പമാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും. ആറാം തമ്പുരാൻ തന്നെ പോരെ? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ബെല്ലാരൻ കല്ലുകൾ ഒരുക്കുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ പ്രതീക്ഷ, മിയാറ്റാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളും ദ്രുപതിന്റെ വിരയാറുന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മറയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശിൽ എന്തുണ്ട്? സബ്നോഗി സിന്ദഗി ജോ കഭി നഹി കദം ചെയ്താ. ഞാൻ ഇനി ശരിയാക്കിക്കോളാം അടുത്ത വരവിന്. ഇതിപ്പോ ഒരു ഇത്തിരി ചില്ലറ വാങ്ങിക്കൊണ്ട് ഒരു ഫ്രീ ആയിട്ടൊരു പരിപാടിയും കിട്ടിയില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ 2 ഡയലോഗ്. ബിഗ് ബി ബാപ്പാക്ക് പണിയും കഴിഞ്ഞെടുത്ത് വിമാനത്തിന് കൊച്ചിപ്പടയിൽ വെച്ച് എല്ലാം അറിയാം. പക്ഷേ ബിലാലിവിടെ ബിലാല് തന്നെ. ഇനി തിലകേട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട്. പക്ഷെ ഇതിനൊക്കെ പ്രതിപകാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി അഡിയോസ് അമീഗോസ് കേട്ടോ. തിലകൻ ചേട്ടൻ, അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി. അതിൽ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല. ഇനി അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ ശ്രദ്ധിച്ചു, അവസാന നാളുകൾ. ഒരു അലിമ്പ് വിറേ കണ്ടോ? റെഡി? തിലകൻ ചേട്ടൻ. വിശന്നു
വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ. ആ മനസ്സ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ആ മനസ്സ് വിശന്ന് വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ. അതാണ് തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. താങ്ക് യു. ക്ഷണിക്കുന്നു. ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ പടം ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എത്തുവാണ്. അപ്പൊ എല്ലാരും ആ പടം പോയി കാണണം ഫസ്റ്റ് ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കെട്ടിയോളാണെന്റെ മാലാഖ എന്ന സിനിമയ്ക്ക് ശേഷം തങ്കം സാർ എഴുതുന്ന സിനിമയാണ് അഡിയോസ് അമിഗോസ്. സാറിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആസിഫക്കാർക്ക് വേണ്ടി ഞാൻ എഴുതുന്ന 2ാമത്തെ സിനിമയാണ് അഡിയോസ് അമീഗോ. അഡിയോസ് അമീഗോ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് നഹാസ് നാസർ. ഒരുപക്ഷെ ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത ഗുണ്ടയിൽ അസിസ്റ്റ് ചെയ്ത ആളാണ് നഹാസ് നാസർ. അതിനുശേഷം ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷന് വീണ്ടും റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത തല്ലുമലയുടെ ചീഫ് അസോസിയേറ്റ് ആണ് നഹാസ് നാസർ. ഇപ്പം നഹാസ് നാസർ ഇതുപോലെ എന്നോടൊരു സ്ക്രിപ്റ്റ് ചോദിക്കുകയും ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് നഹാസ് നാസർ വായിച്ച് അതിന് ഇഷ്ടപ്പെടുകയും ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ആഷിഖ് ഉസ്മാൻ ഈ തിരക്കഥ കേൾക്കുകയും ഈ തിരക്കഥ സിനിമയാക്കാൻ അദ്ദേഹം കൂടെ നിൽക്കുകയും ചെയ്തു. അദ്ദേഹം അഡിയോസ് അമീഗോയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ അഡിയോസ് അമീഗോ ക്യാമറ ചെയ്തിരിക്കുന്നത് ജിംഷി ഖാലിദാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മസർ ഹംസയാണ്. ഇതിന്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് റോണക് സേവ്യറാണ്. ഇത് മതി, പോസ്റ്ററും കൂടെ ഉള്ളൂ. ഇനി അതും കൂടെ പറയാം. ഇവര് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു കോളേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നഹാസിന്റെ ആദ്യത്തെ സിനിമയാണ്, ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. ഒരു വലിയ കയ്യടി ഇവർക്ക് രണ്ടുപേരും കൊടുക്കാം. താങ്ക് യു.